ചാപ്റ്റർ 4 ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, വളരെ കുറച്ച് വെയിറ്റേജേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഇതിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേഗം ഒന്ന് നോക്കിയേക്കാം. ദേടാ ഇതില് മെയിൻ ആയിട്ടും ആകെ 4 പോയിന്റ്സ് ആണ് നിങ്ങൾ ബേസിക്കലി നോക്കേണ്ടത്. ഒന്ന് പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഈ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അവർ ഏതൊക്കെ എലമെന്റുകളാണ്, ഏതൊക്കെയാണ് ആറ്റോമിക് നമ്പർ എന്നുള്ള കാര്യങ്ങൾ നോക്കിയേക്കാം. ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്, ഒരു മാർക്കിനായിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ് സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതായത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, മ്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൻ ഇൻറ്റു എൻ പ്ലസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. എന്തായാലും പഠിച്ചിരിക്കുക, അടിപൊളിയായിട്ട് കാര്യങ്ങൾ നോക്കിക്കൊള്ളാം. കാരണം എന്താണെന്ന് വെച്ചാൽ എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. പിന്നീട് വരുന്നതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 എണ്ണമാണ് വരുന്നത്. ഒന്ന് നമ്മുടെ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിന്റെ കാര്യം, അതുപോലെ പൊട്ടാഷ്യം പെർമാഗ്നേറ്റിന്റെ കാര്യം. ഇവരുടെ 2 പേരെയും കോമ്പൗണ്ടുകളുടെ സ്ട്രക്ചർ, പ്രിപ്പറേഷൻ ആൻഡ് ഓൾസോ അവരുടെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി. ഇത്രയും കാര്യങ്ങൾ മിനിമം എന്തായാലും പഠിച്ചിരിക്കുക, മസ്റ്റ് എന്തായാലും നോക്കിയിരിക്കണം. 3 മാർക്കിന്റെ ചോദ്യമായിട്ട് ഒന്നിലെ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ അതിന്റെ സ്ട്രക്ചേഴ്സ് വരയ്ക്കാനുള്ള കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ വരുന്നതാണ് ഇതിലെ ലാന്ത്രോയിഡ് കോൺട്രാക്ഷന്റെ കാര്യങ്ങൾ, അതിന്റെ റീസണും അതിന്റെ കോൺസിക്വൻസസ് ആൻഡ് വാട്ട് ഈസ് ലാന്ത്രോയിഡ് കോൺട്രാക്ഷൻ. ഇതും മസ്റ്റ് ആയിട്ടും പഠിക്കേണ്ട കാര്യമാണ്. അതിലെ കോൺസിക്വൻസ് ഒക്കെ ഓരോന്നായിട്ട് ഗീവ് റീസൺ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അതും കൂടി എന്തായാലും നോക്കിയേക്കാം. ഫൈനലി മിഷ് മെറ്റലിന്റെ കാര്യവും അതിലെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് കേട്ടോ.